ബ്രോ നല്ല പടം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കൊള്ളാം ബ്രോ, നല്ല പടമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എഫക്ട്സ് ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ജംപ് സ്കോർ അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്, നല്ല മേക്കിംഗ്. മാറപ്പെട്ടാണ് ആ ഒരു ലെവൽ തന്നെയാണ്. കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ആവുന്ന കുറച്ച് ക്രിഞ്ച് ഉണ്ട്. എന്നാലും ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല പടമാണ്. പത്താൻ എങ്ങനെ നിരാശപ്പെടുന്നത്? 1000 കോടി കളക്ട് ചെയ്ത പടമല്ലേ. എനിക്ക് കുറച്ചുകൂടി നല്ല ഫിലിമാണ്. ഇത് കൊള്ളാം, നല്ല സിനിമയാണ്. കാരണം പത്താനേക്കാളിലൊക്കെ നല്ല സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. 3D അത്ര ഇല്ല, എന്നാലും കൊള്ളാം. ഇല്ല കൊള്ളാം. സംഭവം രംഗോടി അടിക്കാൻ അതൊന്നും അറിഞ്ഞൂടാ. ഒട്ടും പ്രതീക്ഷിക്കാതെ കാണാൻ പോയൊരു പടമാണ്. സത്യം പറഞ്ഞാൽ അത് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൂവി എന്ന് തന്നെ പറയാം. ഞാൻ ബാല്യം കഴിഞ്ഞിട്ടാണ് അതിനോട്ട് കയറിയത്. സിദ്ധാർത്ഥാനന്ദൻ്റെ ഒരു പത്താനൊക്കെയാണ് നമ്മൾ കുറേ ടെക്നിക്കൽ സൈഡിൽ വളരെ മോശമായിട്ടാണ് പുള്ളിക്കാർ അത് ചെയ്തു വെച്ചത്. പക്ഷേ ഇതിൽ മെച്ചപ്പെട്ട രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഋത്തിക് റോഷൻ്റെ കം ബാക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ദീപിക പദുക്കോൺ ആയാലും അനിൽ കപൂർ ഒക്കെ ആയാലും അവർക്ക് നല്ല സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. ഏറ്റവും പറയാൻ പറ്റില്ല, അന്യായ മേക്കിംഗ് ആണ്. അന്യായ മേക്കിംഗ് എന്ന് തന്നെ അന്യായ മേക്കിംഗ്. ഈ വർഷത്തെ തുടക്കം തന്നെ ഹിന്ദിയിലൊരു വേറെ ലെവൽ സാധനമാണെന്ന് തന്നെ പറയാം ഫൈറ്റർ. പിന്നെ വേറെ അതിൻ്റെ എടുത്തു പറയാൻ വേണ്ടിയുള്ള സോങ്സ് ആണെങ്കിലും കൊള്ളാം. കുറച്ച് ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പ്രണയമുണ്ട്. ബാക്കി ആ ഒരു ഫൈറ്റും ബാക്കി എല്ലാം കൂടി മിക്സ്ചറാണ് പടം. കത്തിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ല സൂപ്പർബായിട്ടാണ് തോന്നിയത്. അത് ചിലപ്പോൾ കത്തിയാവുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വേറെ ലെവലിലാണ് കൊണ്ടുവരുന്നത്. ക്വാളിറ്റി വിഷ്വൽ എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല സ്റ്റഫാണ്, തിയേറ്റർ സ്റ്റഫാണ് പടം. വൻ തിരിച്ചുവരവെന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഞാനും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഋത്തിക് റോഷൻ്റെ ഒരു കിടു വരവ് വരുന്നതെന്ന്. പക്ഷെ അത് ഈ വരവ് നല്ല വരവ് തന്നെയാണ്. സാധ്യതയുള്ള പടം തന്നെ. അന്യായ മേക്കിങ്ങിനാണ് ഞാൻ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതാണ് കാണാൻ വന്നത്. ട്രെയിലർ കണ്ട് എന്തൊക്കെയോ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. പിന്നെ സിദ്ധാർത്ഥാനന്ദല്ലേ, പത്താൻ്റെ ഒരു ക്ഷീണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷീണം അങ്ങനെ തീർത്തു. എല്ലാവരും ട്രോളിൽ നിന്നൊക്കെ ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്ത് വന്നിരിക്കുന്നത്. കിടുപടമാണ്, ഒരു രക്ഷയില്ല. ഓഡിയൻസിൻ്റെ എല്ലാവരും തിയേറ്റർ തന്നെ മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട മൂവിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബെറ്റർ ക്വാളിറ്റിയുള്ള തിയേറ്റർ തന്നെ പോകണം. എന്നാലും അല്ലാതെ ഈ ലൊടുക്ക് തിയേറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഫീൽ കിട്ടത്തില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഏരീസ് ആയിരിക്കും. കാരണം ആ ഏരീസിൽ ഓഡി വണ്ണിൽ തന്നെ കണ്ടാൽ സൂപ്പറായിരിക്കും പടം.